ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായി ഞാൻ ഇന്ന് പറയുന്ന വിഷയം കാളസർപ്പയോഗം ജാതകത്തിലുണ്ടോ? കാളസർപ്പയോഗം ജാതകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പ്രതിവിധി ചെയ്യണം. ഗ്രഹനിലയിൽ രാഹുകേതുക്കൾക്ക് മറ്റ് ഗ്രഹങ്ങളെയും തൻ്റെ രാശികൾക്കുള്ളിൽ അകത്താക്കി നിർത്തുന്ന യോഗമാണ്. ഈ രാഹുകേതുക്കൾ മറ്റ് ഗ്രഹങ്ങളെയെല്ലാം തൻ്റെ പരിധിയിൽ ഒതുക്കി നിർത്തുന്നതാണ്. അപ്പം രാഹുവിനും കേതുവിനും, ഇപ്പം രാഹുവിൻ്റെ 7 രാശിക്കപ്പുറമാണ് കേതു, കേതുവിൻ്റെ 7 രാശിക്കപ്പുറമാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മധ്യത്തിലായിട്ട്, ഈ രാഹുകേതുക്കളുടെ മധ്യത്തിലായിട്ട് മറ്റ് 7 ഗ്രഹങ്ങളും വന്ന് നിൽക്കുന്ന ഒരു യോഗത്തിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ അധീനത്തിലാണ് ഈ എല്ലാ ഗ്രഹങ്ങളും, ഇവരുടെ അധീനത്തിൽ വന്ന് നിൽക്കും. അവരാണ് ഇവർ കാവൽക്കാരായിട്ട് നിൽക്കും, ഇവർ രണ്ടുപേരും. ഇതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ഇതിന് എന്താണ് പ്രതിവിധി? രാഹുകേതു പൂജയാണ് ചെയ്യേണ്ടത്. ഇതിന് പ്രതിവിധിയായിട്ട് ചെയ്യുന്ന രാഹുവിനും കേതുവിനും രാഹുകേതു പൂജ ചെയ്യാം. കൂടുതൽ ആളുകൾ കാളഹസ്തിയിൽ പോയാണ് ഇത് ചെയ്യുന്നത്. അവിടെ കാളഹസ്തിയിൽ സാക്ഷാൽ പരമേശ്വരൻ ഉണ്ടല്ലോ, ഇല്ലേ? മഹാദേവൻ പരമേശ്വരൻ്റെ ക്ഷേത്രമാണ് കാളഹസ്തി, ഇല്ലേ? കാളഹസ്തിയിൽ ചെന്നാൽ അവിടെ രാഹുകേതുക്കൾക്ക് പ്രത്യേക, ഈ കാളസർപ്പയോഗത്തിന് പ്രത്യേക പൂജയുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അത് ഇപ്പോൾ ടൂർ പ്രോഗ്രാമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ടൂറായിട്ട് പോകും, എന്നിട്ട് അവിടെ ചെന്നിട്ട് കാളസർപ്പയോഗത്തിന് പൂജയൊക്കെ ചെയ്തു പോരും. ടൂർ ഓപ്പറേറ്റർമാരാണ് ഇപ്പോൾ ഇത് കൂടുതൽ കാളഹസ്തിക്ക് ആളെ കൊണ്ടുപോകുന്നത്. അല്ലാതെ നമുക്ക് പോയിട്ട് അവിടെ പൂജ ചെയ്ത് വരാം. കാളസർപ്പയോഗമുണ്ടെങ്കിൽ നമുക്ക് ഉയർച്ചയിലേക്ക് വരുന്ന പല കാര്യങ്ങളും രാഹുകേതുക്കൾ തടയും. അങ്ങനെയാണ്. കാളസർപ്പയോഗം നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്ന് ചേരും. കൂടുതലും 45 വയസ്സ് വരെയാണ് ദോഷാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നത്. 45 വയസ്സ് വരെയും കാളസർപ്പയോഗം ഉള്ളവർക്ക് അത് ദോഷം കൂടുതൽ കാണാൻ പറ്റും. ഇവർ നാഗാരാധന തുടർച്ചയായി ചെയ്യണം. അത് നാഗങ്ങളെ ഇവർ ആരാധിക്കണം. രാഹുകേതു കാളസർപ്പയോഗം ഉള്ളവർ നാഗാരാധന നല്ലോണം ചെയ്യണം. രാഹുകേതുക്കളുടെ പ്രീതി നേടിയാൽ ആ ജാതകൻ വളരെ ഉന്നതിയിലെത്തും. അപ്പം ഇങ്ങനെയുള്ള യോഗം ഉള്ളവർ രാഹുകേതുക്കളുടെ പ്രീതി നേടിയാൽ അവർ നല്ല ഉന്നത സ്ഥാനങ്ങളിലെത്തും. ഇന്ത്യയിലെ പല ഉന്നതന്മാർക്കും കാളസർപ്പയോഗം ഉണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പല ഉന്നത ഉന്നതന്മാർക്കൊക്കെ കാളസർപ്പയോഗം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ചില നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ചില ഉന്നതന്മാർക്കും ഈ കാളസർപ്പയോഗം ഉണ്ട്. അപ്പം അതിന് അവർ പ്രതിവിധിയായിട്ട് കാളസർപ്പയോഗത്തിന് പ്രതിവിധി ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവർ ഉന്നതിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ കാളസർപ്പം എന്ന് കേട്ടാൽ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ പേടിച്ചോടണ്ട, അതിന് പ്രതിവിധിയുണ്ട്. അപ്പോൾ പ്രതിവിധി ചെയ്യാം. കാളസർപ്പം എന്ന് കേട്ടാൽ പേടിച്ചോടണ്ട, നല്ല ഗുണഫലവും ഈ കാളസർപ്പയോഗം തരും. നല്ല വിധത്തിൽ ഈ ഗുണഫലങ്ങളും ഈ കാളസർപ്പയോഗം നമുക്ക് തരും. ഈ കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ അത് 12 വിധത്തിലുള്ള കാളസർപ്പയോഗമുണ്ട്. 12 വിധത്തിലാണ് കാളസർപ്പയോഗം പറയുന്നത്. അതായത് ജ്യോതിഷപരമായിട്ട് കാളസർപ്പയോഗത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഒന്ന് അനന്ത കാളസർപ്പയോഗം, അനന്ത കാളസർപ്പയോഗം. 2 ഗുളിക കാളസർപ്പയോഗം, കാളസർപ്പയോഗം. പിന്നെ വാസുകി കാളസർപ്പയോഗം, ശംഖപാല കാളസർപ്പയോഗം, പത്മ കാളസർപ്പയോഗം, പിന്നെ മഹാപത്മ കാളസർപ്പയോഗം, പിന്നെ തക്ഷക കാളസർപ്പയോഗം, പിന്നെ കാർക്കോടക കാളസർപ്പയോഗം. അതുകൂടാതെ ശംഖുചൂട കാളസർപ്പയോഗം, ഘാതക കാളസർപ്പയോഗം, വിഷതട കാളസർപ്പയോഗം, ശേഷനാഗ കാളസർപ്പയോഗം. അങ്ങനെ 12 കാളസർപ്പയോഗമാണ് പറഞ്ഞു.
അപ്പം നിങ്ങൾക്ക് ഏത് കാളസർപ്പയോഗമാണ് അത് സവിസ്തരം നോക്കിയാലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇത് സാമാന്യമായ ഈ കാര്യങ്ങളാണ് കാളസർപ്പയോഗത്തെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേത് വിഷയത്തിന് വേണ്ടിയും എന്നെ വിളിക്കാം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.